ദിവ്യകാരുണ്യം ക്രൈസ്തവ ജീവിതത്തിന്റെ നേരും വേരും. ദിവ്യകാരുണ്യം വിശ്വാസ ജീവിതത്തിന്റെ ഉറവിടവും ഉച്ചിയും. 20-ാം നൂറ്റാണ്ട് വിശ്വപ്രപഞ്ചത്തിന് നിരവധി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദശകം. ആഗോള കത്തോലിക്കാ സഭയിലും ദിവ്യകാരുണ്യത്തിന്റെ അലയൊലികൾ ഉയർന്ന പുണ്യ നിമിഷങ്ങൾ. വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പയിലൂടെ പരമകാരുണ്യത്തിന്റെ ശ്രേഷ്ഠതയും പ്രേക്ഷിത തീക്ഷ്ണതയും സഭയിൽ വിളങ്ങി നിന്നു. ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ ചൈതന്യം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികരായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട മാത്യു ആലക്കളത്തിലച്ചനിലൂടെയും പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് പറയടത്തിലച്ചനിലൂടെയും കൃപയുടെ വസന്തമായി ഒഴുകിയിറങ്ങി. ദൈവം തിരഞ്ഞെടുത്ത ഈ പുണ്യ പിതാക്കന്മാരിലൂടെ 1933-ാം ആണ്ട് മെയ് 7-ാം തീയതി വിശുദ്ധ യൗസേ പിതാവിന്റെ മധ്യസ്ഥതയിൽ MCBS ദിവ്യകാരുണ്യ മിഷണറി സഭ മല്ലപ്പള്ളിയിൽ ജന്മമെടുത്തു. ദിവ്യകാരുണ്യ സ്നേഹം അനുഭവിച്ച ക്രിസ്തുവിലേക്ക് ഉയർന്ന ഈ കർമ്മയോഗികൾ അനുകമ്പയുടെ ആൾരൂപങ്ങളും സഹജീവികളിലേക്ക് പടരുന്ന കാരുണ്യ പുഴകളുമായി ഭാരതത്തിൽ ഒഴുകി. ദിവ്യകാരുണ്യം ജീവശ്വാസമാക്കിയ കർമ്മയോഗിയും കാലഘട്ടത്തിന്റെ പ്രവാചകനുമായിരുന്നു ആലക്കളത്തിലച്ചൻ. പരമകാരുണ്യത്തിന്റെ താപസനും എന്നും സക്രാരിക്കരികിലെ കെടാവിളക്കുമായിരുന്നു പറയടത്തിലച്ചൻ. ഇരുവരുടെയും ധന്യജീവിതം അനേകരെ ദിവ്യകാരുണ്യ മിഷണറി സഭയിലേക്ക് ആകർഷിച്ചു. പരമകാരുണ്യം ജീവിക്കുക, പ്രഘോഷിക്കുക എന്നീ ആപ്തവാക്യങ്ങളിൽ ജീവിതം നാഥനായി സ്വയം സമർപ്പണം ചെയ്ത് ദിവ്യകാരുണ്യ മിഷണറി സഭ പ്രയാണം തുടരുന്നു. അജപാലനം, ദിവ്യകാരുണ്യ പഠന കേന്ദ്രങ്ങൾ, കുടുംബ പ്രേഷിതത്വം, ധ്യാനം, തടവറ പ്രേഷിതത്വം, ആതുര ശുശ്രൂഷ, ആകാശപ്പറവകളുടെ സംരക്ഷണം, സംഗീതം, വിദ്യാഭ്യാസം, സാഹിത്യം എന്നീ മേഖലകളിൽ 3 പ്രൊവിൻസുകളിൽ നിന്നുമായി 500ഓളം വൈദികർ 13 രാജ്യങ്ങളിൽ സ്തുത്യർഹമായി നാഥനായി സേവനം ചെയ്യുന്നു. സനാതന മൂല്യങ്ങളിൽ മുദ്ര പതിപ്പിച്ച് MCBS സന്യാസ സമൂഹം ഇന്ന് ദൈവാനുഗ്രഹത്തിന്റെ 91 വർഷങ്ങൾ പിന്നിട്ട് മുന്നേറുന്നു. എന്റെ ആടുകളെ മേയ്ക്കുക. ക്രിസ്തുവിന്റെ ഈ കൽപ്പനയോട് സഭകാലികമായി പ്രതികരിക്കുന്നതിന്റെ അടയാളങ്ങളാണ് വൈദിക പരിശീലന കേന്ദ്രങ്ങൾ. ഭാരതസഭയിലെ വൈദിക പരിശീലന കേന്ദ്രങ്ങളിൽ അനന്യമായ സ്ഥാനവും പ്രാധാന്യവുമുള്ള ഒന്നാണ് സനാതന ദിവ്യകാരുണ്യ വിദ്യാപീഠം താമരശ്ശേരി. കോഴിക്കോടിന്റെ മണ്ണിൽ വയനാടൻ മലനിരകളുടെ താഴ്വാരങ്ങളിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകി സനാതന അഭിമാനത്തോടെ എന്നും തല ഉയർത്തി നിൽക്കുന്നു. നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും എന്ന ഉത്തമ ശിഷ്യന്റെ വാക്കുകൾ ആപ്തവാക്യങ്ങളായി സ്വീകരിച്ച് 2004 ജൂൺ 7-ാം തീയതി സനാതന സെമിനാരി സ്ഥാപിക്കപ്പെട്ടു. വിവിധ രൂപതകളിൽ നിന്നും സന്യാസ സഭകളിൽ നിന്നും 300-ലധികം വൈദികർക്ക് ജന്മമേകാൻ സനാതന എന്ന അമ്മയ്ക്ക് സാധിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിലും ദൈവശാസ്ത്ര വിഷയങ്ങളിലും സഭാ പ്രബോധനങ്ങളിലും അറിവ് നേടാനുള്ള ഈ ദൈവശാസ്ത്ര പരിശീലനത്തിൽ വിവിധ സന്യാസ സഭകളിൽ നിന്ന് 61 സഹോദരങ്ങൾ സനാതനയുടെ ഭാഗമായി ഇന്ന് ഇവിടെ ആയിരിക്കുന്നു. ദൈവം ദാനമായി തന്ന താലന്തുകളെ അതിന്റെ പൂർണ്ണതയിൽ വളർത്താൻ സനാതന അവരുടെ മക്കളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്നു. ഏവരെയും ഈ സായം സന്ധ്യയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.